എനിക്ക് ഭയങ്കര ഇമോഷണൽ ആവുന്നു. ലൈഫിലെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് മമ്മിയും ഡാഡി. ഞാനൊരു പുരുഷനെയാണ് വിവാഹം കഴിച്ചത്, ഒരു സ്ത്രീ അല്ല. ആ ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ ചെയ്ത ഒരു സാക്രിഫൈസ് ആയിരുന്നു എൻ്റെ ട്രാൻസിഷൻ ഒരു ഡിലേ ആയിപ്പോയത്. ഒന്ന് കളിയാക്കുക, മറ്റൊന്ന് അബ്യൂസ് ചെയ്യുക. അത് ഫിസിക്കലി മെന്റലി ആണെങ്കിലും. കളിയാക്കലും മെന്റൽ അബ്യൂസ് ആണ്. ടച്ച് വുഡ് എൻ്റെ ലൈഫ് ഇപ്പോൾ പെർഫെക്റ്റ് ആണ്. പാരൻസ് എൻ്റെ കൂടെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് കസിൻസിന്റെ ഭാഗത്തുനിന്നും പെരുമാറ്റത്തിന് വ്യത്യാസം ഉണ്ടാവും. എനിക്ക് 100% ഷുവറാണ്. ഹോർമോൺസ് കഴിച്ചല്ല ഒരു ഒരു വുമൺ ആവുന്നത്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്മാൻ മാൻ ആവുന്നത്. സ്ത്രീയിലോട്ട് ഉള്ള ഒരു ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ അതാണ് എൻ്റെ ഗോൾ. ആ പെയിൻ കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഇസ് ഡിഫറെൻറ്റ്. അത് എനിക്കൊന്നും ഈക്വലായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഗർഭിണി പ്രസവിച്ച് കഴിഞ്ഞ് കയ്യിലോട്ട് കുട്ടീനെ കിട്ടിക്കഴിയുമ്പോഴുള്ളൊരു ആ ഒരു ആദ്യ കരച്ചിൽ എന്നൊക്കെ പറയില്ലേ, എനിക്ക് ഭയങ്കര ഇമോഷണൽ ആവുന്നു. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നിവി നിവേദ് ആന്റണിയാണ്. നമസ്കാരം. നമസ്കാരം. എനിക്ക് നിവിയുടെ ഒരു ലൈഫ് ജേണി അറിയുന്നതിന് മുൻപ് ആദ്യം അറിയേണ്ടത് പാരൻസിനെ കുറിച്ചാണ്. ഞാൻ സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ ഫേസ്ബുക്കിൽ നിവി ഇട്ടേക്കുന്ന കവർ ഫോട്ടോ അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഉള്ളതാണ്. നമ്മുടെ സൊസൈറ്റിയിൽ മക്കളുടെ പ്രണയം പോലും അക്സെപ്റ്റ് ചെയ്യാൻ മടിക്കുന്ന പാരൻസ് ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ സ്വത്വം ഇതാണെന്ന് മനസ്സിലാക്കാൻ കുറേ ആളുകളോട് സംസാരിക്കാം, അല്ലെങ്കിൽ അത്തരം വായനകൾ നടത്താം, അത്തരം വാട്സപ്പ് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ ഏത് തരത്തിൽ നമുക്കത് കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും. പക്ഷെ നമ്മുടെ പാരൻസിന് അത്തരത്തിലുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. അപ്പം ഈ ഒരു യാത്രയിൽ പാരൻസിന്റെ പങ്ക് എന്താണ്? പാരൻസിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? പാരൻസിന്റെ പങ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെയാണ് എല്ലാ പങ്കും ഉള്ളത്. ഐ മീൻ ദാറ്റ്സ് വാട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ ട്രാൻസിഷൻ്റെ ഒപ്പം തന്നെ ട്രാൻസിഷൻ ചെയ്ത ആൾക്കാരാണ് എൻ്റെ പാരൻസും. കാരണം ഇപ്പോൾ എൻ്റെ മദറിൻ്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാലും ഫാദറിൻ്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ എല്ലാവരും പറയും ക്രിസ്ത്യൻ ഫാമിലിയില്ല, ഒരു വലിയ മോഡേൺ ചിന്താഗതിയാണെന്ന് പറയുന്നത് നോ, ദേ ആർ ലിവിങ് ഇൻ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മൊത്തം ഒരു നമുക്ക് കൾച്ചറൽ പരമായിട്ടും ട്രഡീഷൻ പരമായിട്ടും കൈമാറിപ്പോരുന്ന ഓരോ ശീലങ്ങൾ പോലെ തന്നെ കൈമാറി കിട്ടുന്ന ഓരോ ചിന്താഗതികളുണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒട്ടും സപ്പോർട്ടാവാത്ത പാരൻസ് എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അവര് എന്നെ കടത്തി വെട്ടി ഏതൊരു യുഗത്തിലെത്തിയ ആൾക്കാരാണ്. കാരണം ഭയങ്കര സപ്പോർട്ടീവാണ്. സപ്പോർട്ടീവ് എന്നോ അല്ല, എല്ലാ തരത്തിലും പറയുകയാണെങ്കിൽ അവർ നല്ല ഫ്രണ്ട്ലി ആണ്. ഐ മീൻ എല്ലാ തരത്തിലും എൻ്റെ കൂടെ ഉള്ള ആൾക്കാരാണ്. ഇപ്പം ഇന്ന് തന്നെ ഇങ്ങോട്ട് വന്നേക്കുമ്പോഴത്തേക്കും മമ്മി ചോദിച്ചാൽ വൈകിട്ട് നമ്മൾ പോകുന്നില്ലേ പുറത്ത്, അങ്ങനെ ചോദിച്ചാൽ പിന്നെ ഉണ്ടോണ്ടോന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ എന്താ പറയുക, ലൈഫിലെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് മമ്മിയും ഡാഡിയും. ഇപ്പം ഞാൻ കൊച്ചിയിൽ എവിടെ പോവാണെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവും. ഇവിടെ മാത്രം ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് വന്നേക്കുന്നത്. അങ്ങനെ ഇപ്പം എവറിത്തിങ് ഈസ് പങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് ബിക്കോസ് ഓഫ് മൈ പാരൻസ്. തൻ്റെ ഐഡന്റിറ്റി ഇതാണെന്ന് നിവി പറയുന്ന സമയത്ത് അവരെങ്ങനെ റിയാക്ട് ചെയ്തേ? സോ ബേസിക്കലി എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞൊരു ചോദ്യം, ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു കമൻറ്റിൽ കണ്ടൊരു സാധനമാണ്, നിങ്ങൾ മുമ്പ് ഗേ ആയിരുന്നില്ലേ എന്ന് ചോദിച്ച ഒരു സംഭവം. അത് ഭയങ്കര ക്ലീഷേ ചോദ്യമാണെങ്കിലും അതിലുള്ള ഈ ഇടക്ക് നടന്ന ഒരു വ്യക്തിയുടെ ലൈഫായിട്ട് വെച്ച് പറയുകയാണെങ്കിൽ തന്നെ ഞാനൊരു പുരുഷനെയാണ് വിവാഹം കഴിച്ചത്, ഒരു സ്ത്രീ അല്ല. ശരീരത്തിലെ ഡ്രസ്സിങ്ങും അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഓക്കെ, അങ്ങനെ പറയാം. പക്ഷെ അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ക്ലാരിറ്റി പറയുകയാണെങ്കിൽ ഞാൻ വിവാഹം കഴിച്ച വ്യക്തി എന്ന് പറയുന്നത് ഒരു ഗേ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പം ആ ഒരു മനുഷ്യൻ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, പുള്ളിക്കാരും ക്ലിയർ ആയിരുന്നു, ഞാൻ ഗേ ആണ്, അപ്പോൾ എനിക്കൊരു ഗേ പാർട്ട്ണറെ പറ്റുള്ളൂ. അപ്പോൾ ഒരു രൂപത്തിൽ പോലും ഒരു സ്ത്രീയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിക്ക് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നീ നിൻ്റെ ട്രാൻസിഷൻ അല്ലെങ്കിൽ എന്നെ ചൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും പ്രേമത്തിൽ നമ്മൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യും. അപ്പോൾ അതിൽ ഞാൻ സാക്രിഫൈസ് ചെയ്ത എൻ്റെ ട്രാൻസിഷൻ. പിന്നെ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിനു ശേഷം ഞാൻ ഇമീഡിയറ്റ്ലി എൻ്റെ ട്രാൻസിഷനിലോട്ട് പോകുന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യം, നിങ്ങൾ മുമ്പ് കല്യാണം കഴിച്ചില്ലേ? ഞാൻ കല്യാണം കഴിച്ച ഒരു പുരുഷനെയാണ്, ഇനി കെട്ടുന്നുണ്ടെങ്കിൽ ഒരു പുരുഷനെയല്ലേ വിവാഹം ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ ചെയ്ത ഒരു സാക്രിഫൈസ് ആയിരുന്നു എൻ്റെ ട്രാൻസിഷൻ ഒരു ഡിലേ ആയിപ്പോയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം നടക്കുന്ന നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം അന്ന് ഞങ്ങൾ മ്യൂച്വലി ബ്രേക്കപ്പ് ആയപ്പോഴും
എൻ്റെ മനസ്സിലുണ്ടായിരുന്നതെന്ന് പറയുന്നത് ഓക്കെ ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച ഒരു വലിയൊരു സ്വപ്നമാണ് എൻ്റെ ട്രാൻസാക്ഷൻ, അത് നടന്നു. സോ ഐ ആം ഹാപ്പി. എന്റെ ചോദ്യത്തിൽ നിന്ന് ഞാൻ വഴി പറയും. ചോദ്യം എക്സാക്ട്ലി പാരന്റ്സ് ഇതിനെങ്ങനെയാണ് ഈ പറഞ്ഞപ്പോ അക്സെപ്റ്റ് ചെയ്തത്? അപ്പൊ പാരന്റ്സിന്റെ ഇതെന്ന് പറയുമ്പോഴത്തേക്കും തുടക്കം മുതൽ, അതായത് എൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ എനിക്കിങ്ങനത്തെ ചിന്തകൾ തന്നെ വന്നു തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും, വന്നു തുടങ്ങിയല്ല, ചിന്തകൾ ഇത് തന്നെയായിരുന്നു ചെറുപ്പം പോലെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ ചെറുപ്പത്തിൽ ടൈറ്റാനിക് ഒക്കെ റിലീസ് ചെയ്തൊരു ടൈം, അതിൽ ഞാൻ ജാക്കിനെയൊക്കെ സ്വപ്നം കണ്ട് ഉറങ്ങിയ, സ്വപ്നത്തിൽ ജാക്ക് വന്ന ടൈമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചേച്ചിനോട് പറയുമായിരുന്നു ഞാൻ ലിയാനാർഡോനെ സ്വപ്നത്തിൽ കണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി നീ കേറ്റിനെ സ്വപ്നത്തിൽ കണ്ടില്ലേ? അവിടെ അവൻ മാത്രം ഉണ്ടായുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ ആ ചെറുപ്പത്തിൽ നമ്മളെല്ലാവരുടെയും 90s കിഡ്സിൻ്റെ എനിക്കൊന്ന് പെൺകുട്ടികളുടെയൊക്കെ സ്വപ്നത്തിലുള്ള പുരുഷന്മാരിൽ ഒരാളാണ് സുരേഷ് ഗോപി, ജയറാം, മോഹൻലാൽ, അങ്ങനത്തെ കുഞ്ചാക്കോ ബോബൻ. അപ്പം ഞാൻ ഇവരെയും കാണുന്നുള്ളൂ. പിന്നെ അതിൽ എൻ്റെ ആ ഒരു എനിക്ക് തന്നെ ഒരു അട്രാക്ഷൻ അതിൽ മാത്രമായപ്പോൾ ഞാൻ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പാരൻസ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോഴത്തേക്കും മനസ്സിലാകും എന്തൊക്കെയാണെന്നുള്ളത്. അത്ര ചെറുപ്പം തൊട്ടേ വീട്ടിൽ ഇത് പറയുന്നുണ്ട്. അപ്പൊ അതിന് ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ ആ പ്രായത്തിൽ ഇച്ചിരി ഫെമിനിൻ ആയിട്ടുള്ള കുട്ടികൾ മിക്കയിടത്തും കാണാമല്ലോ. അപ്പൊ അങ്ങനെ കാണുമ്പോഴത്തേക്കും അവരുടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇമ്മീഡിയറ്റ്ലി അപ്പൊ തന്നെ തഴയുകയാണ്. അല്ലെങ്കിൽ അവര് ചൂസ് ചെയ്യുന്ന 2 മെത്തേഡാണ്. ഒന്ന് കളിയാക്കുക, മറ്റൊന്ന് അബ്യൂസ് ചെയ്യുക. അത് ഫിസിക്കലി മെന്റലി ആണെങ്കിലും കളിയാക്കലും മെന്റൽ അബ്യൂസ് ആണ്. അപ്പം ഇങ്ങനെ ഇതാക്കി അവരെ തന്നെ കൺഫ്യൂസ് ആക്കുന്ന ഒരു സ്റ്റേജിൽ പോകും. പക്ഷേ എൻ്റെ പാരൻസ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞാണ് 18 വയസ്സാവട്ടെ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഒരു 25 വയസ്സാവട്ടെ, അപ്പോഴേ ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ. ക്ലാരിറ്റി കുറച്ചും കൂടെ ക്ലിയറായി വന്നു. അപ്പോൾ ദേ ന്യൂ എനിക്ക് വേണ്ടത് ഇതാണ്. അപ്പോൾ എൻ്റെ ഒപ്പം തന്നെ ട്രാൻസാക്ഷൻ ചെയ്ത് എൻ്റെ ഒപ്പം തന്നെ സപ്പോർട്ടീവ്, എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടീവ്. അത് എനിക്കൊന്ന് എഡ്യൂക്കേഷൻ പ്ലേസ് എ ഗുഡ് റോൾ എവ്രിവെയർ. കാരണം എന്താണ് ഈ കഴിഞ്ഞൊരിടക്ക് ഒരു കൊമൻറ്റിൽ വന്നൊരു സംഭവമാണ്, ഒരു വ്യക്തിയായിട്ട് എന്നെ കമ്പയർ ചെയ്തു. അപ്പോൾ ആ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് ജെലസി ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ വീഡിയോ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ വന്നത്, ഞാൻ ഈവൻ ഒരു മൊമെൻറ്റ് ചിന്തിച്ച് നോക്കിയിട്ട് ഞാൻ ഒരു വീഡിയോയിൽ റിപ്ലൈ കൊടുത്തു. അപ്പോൾ അതിൽ ഞാൻ കൊടുത്ത റിപ്ലൈ ഇതാണ്: ഞാൻ എന്തിനും ഒരാളുടെ അടുത്ത് ജലസി കാണിക്കണം? കാരണം ടച്ച് വുഡ് എൻ്റെ ലൈഫ് ഇപ്പോൾ പെർഫെക്റ്റ് ആണ്. എന്താ പറയുക, നമുക്ക് എന്തുണ്ടായാലും ഹാപ്പിനെസ് ഇല്ലെങ്കിൽ എത്രയൊക്കെ നമ്മൾ നേടിയാലും നമ്മളുടെ പെർഫെക്ഷൻ ഉണ്ടാകത്തില്ല. ഐ മീൻ എല്ലാവരുടെയും ലൈഫ് വെച്ച് നോക്കുമ്പോൾ പെർഫെക്ഷന് പല വ്യൂ പോയിൻറ്റ്സ് ആണുള്ളത്. എൻ്റെ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഒരു ടെൻഷൻ ഇല്ല, അല്ലെങ്കിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഹാപ്പിയാണ്, അതാണ് പെർഫെക്ഷൻ. ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, നല്ല ജോബുണ്ട്, സപ്പോർട്ടീവ് ഫാമിലി ഉണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് കാലങ്ങളായിട്ടുള്ള ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹസ്ബൻഡ്, കിഡ്സ് അതൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളതെന്നാണ്. പക്ഷേ അല്ല, ഐ ആം സിംഗിൾ ആൻഡ് ഹാപ്പി. ഇപ്പോൾ എനിക്ക് 33 വയസ്സായി, പക്ഷേ ഐ വിൽ സേ ഐ ആം സിംഗിൾ ആൻഡ് ഫാബുലസ്. കാരണം എന്താ പറയുക, പെർഫെക്റ്റ് ജോബ്, പെർഫെക്റ്റ് എഡ്യൂക്കേഷൻ, പെർഫെക്റ്റ് ഫാമിലി, പെർഫെക്റ്റ് സിംഗിൾഹുഡ്. ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ പാരൻസ് പ്ലേസ് എ വൈറ്റൽ റോൾ. ഇതിലൂടെ കടന്നു പോയപ്പോൾ ഉണ്ടായ മാനസിക സംഘർഷങ്ങൾ എന്തൊക്കെയായിരുന്നു? മാനസിക സംഘർഷം എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഞാൻ ഒരിടത്തും സ്ട്രെയിറ്റ് ആണെന്നും പറഞ്ഞൊന്നും നടന്നിട്ടില്ല. അന്ന് പോലെ ഐ ന്യൂ മൈ അട്രാക്ഷൻ ഇസ് ടുവേർഡ്സ് മെൻ, അല്ലെങ്കിൽ മൈ അട്രാക്ഷൻ ഇസ് ടുവേർഡ്സ് വെയർ ഐ ടേൺ ഫെമിനിൻ. അപ്പോൾ എന്താ പറയുക, മാനസിക സംഘർഷം എനിക്ക് ഇപ്പോൾ കുറേ പേര് പറയും എനിക്ക് ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടായിരുന്നു. ചൈൽഡ്ഹുഡ് ട്രോമാസ് മിക്കവർക്കും ഉണ്ടാവാം അറ്റ് സം പോയിന്റ്. അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബോയ്സ് സ്കൂളിലാണ് വളർന്നത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീയിങ് ഗേ ഈസ് നോട്ട് എന്താ പറയുക ഒരു ഏലിയൻ സംഭവമൊന്നുമല്ല. അവിടെ ഇറ്റ് വാസ് വെരി നോർമൽ. കാരണം ഇപ്പോൾ ഈ ബോയ്സ് ഹോസ്റ്റൽസിലൊക്കെ ചെറുപ്പം മുതൽ പഠിച്ചു വളർന്നതൊക്കെ അറിയാം, അവർ അങ്ങനത്തെയൊക്കെ കേട്ടറിവെങ്കിലും ഉണ്ടാകും. അവിടെ ഇറ്റ് വാസ് നോട്ട് ന്യൂ. പിന്നെ ജോബ് വൈസ് ആയിട്ടാണെങ്കിലും എനിക്ക് വലിയ ട്രോമയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ അപ്പം മുതലേ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ്. ഞാൻ ഒരിടത്തും ഇങ്ങനെ ഒളിച്ചു മറച്ചൊന്നും ഞാൻ നടന്നിട്ടില്ല. എല്ലായിടത്തും ഞാൻ ഇപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ആരെങ്കിലും നീ ഗേ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അയ്യോ അല്ല എന്ന് ഞാൻ പറയാൻ നിൽക്കാറില്ല. ആണ്
അങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഞാൻ ഹാപ്പിലി പറയാറുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ എല്ലാവരും ട്രാൻസ് വുമൺ ആണല്ലേ, ഞാൻ പറഞ്ഞു അതെ, അതൊരു അയ്യോ അല്ല, അല്ലെങ്കിൽ അതെ ഇങ്ങനെയെന്ന് ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് പറയുന്നത്, പ്രൗഡ് ആൻഡ് ഹാപ്പി ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ട്രോമയൊന്നും ഉണ്ടായിട്ടില്ല. ചാലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ കുറേ കമ്മ്യൂണിറ്റിയിലുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് ചെയ്യാനില്ല, ഇപ്പോൾ ട്രാൻസ്ഫോമർ ആണെന്ന് പറയാനായിട്ട് നാണക്കേടില്ലേ. ഞാൻ എന്തിന്, ഐ മീൻ വൈ? കാരണം എൻ്റെ ലൈഫ് ഇപ്പം നമ്മളുടെ ലൈഫ് എപ്പോഴും ഇന്നതായിരിക്കും, ഇന്ന രീതിയിലായിരിക്കും എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അറ്റ് സം പോയിന്റ് ഐ ന്യൂ ഇപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് എൻ്റെ ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൺലി ബിക്കോസ് എന്താ പറയുക, എൻ്റെ ആഗ്രഹം എന്ന് പറയുന്ന സംഭവം നടക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അത് നടന്നു, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. ഇപ്പോൾ മോർ ഓവർ ഈ ട്രോമ ഒന്നും ഞാൻ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആളാണ്. കാരണം ട്രോമ എപ്പോഴും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്ന സംഭവമാണ്. പക്ഷേ ഞാൻ ഈ ട്രോമാസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പഠിക്കാനായിട്ടുള്ള ലെസൺ പഠിച്ചിട്ട് അത് അവിടെ വിട്ടുകളയുന്ന ഒരു വ്യക്തിയാണ്. സോ ഇല്ല, അത്ര വലിയ ട്രോമാസ് ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. എങ്ങനെയാണ് കൃത്യമായിട്ട് തൻ്റെ ഐഡന്റിറ്റി ഇതാണെന്ന് അത്ര ചെറുപ്പത്തിലേ തന്നെ മനസ്സിലായത്? നമുക്കൊരു കൺഫ്യൂഷൻ വരുമല്ലോ, അയ്യോ ഞാൻ അത് കൺഫ്യൂസ് സ്റ്റേജ് എന്ന് പറയാനായിട്ട് എനിക്കൊരു ഭയങ്കര ഒരു ക്ലോസ് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ഇപ്പോഴും അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അവളുടെയും ഫ്രണ്ട്ഷിപ്പ് തന്നെ ആൾക്കാർ അത് പ്രേമമായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ അടുത്താണ് ഞാൻ ഓപ്പണായിട്ട് ആദ്യമേ തന്നെ പറയുന്നതൊക്കെ. അപ്പോൾ അവൾ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ കൺഫ്യൂസ് സ്റ്റേജിൽ ഐ വാസ് വെരി ഷുവർ. അത്ര ക്ലാരിറ്റി എവിടുന്നാണ് ഒരു ചിന്തയ്ക്ക്? അത് ദാറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ദി ഫാമിലി സപ്പോർട്ട്. കാരണം ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു കുട്ടി എന്തെങ്കിലും ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു പെറ്റിനെ വളർത്തുവാണ്, അല്ലെ ഒരു കുട്ടിയെ വളർത്തുവാണ്. അപ്പോൾ നമ്മൾക്ക് അവരുടെ അടുത്തുനിന്ന് അവരുടെ മേലിലുള്ള എക്സ്പെക്റ്റേഷനുണ്ട്. അപ്പോൾ ആ എക്സ്പെക്റ്റേഷനിൽ തന്നെ വളരണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് അവിടെ ഒരു പ്രശ്നം വരുന്നത്. എൻ്റെ പാരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ എനിക്കൊരു നല്ല ഫ്യൂച്ചർ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, എഡ്യൂക്കേഷൻ, അതാണ് എല്ലാവരുടെയും ലൈഫിലെല്ലാം വേണ്ടത്. ഇപ്പോൾ ഈ ചെറുപ്പം മൂലം നമ്മൾ കേൾക്കുന്ന ഒരു സാധനമുണ്ട്, പൈസ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവും. ഈ പൈസ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടാകുന്ന പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം പോലെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആൻസസ്റ്റേഴ്സ് വഴി കിട്ടുന്ന പൈസ ഉണ്ടാവും. പക്ഷെ അല്ലാതെ നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന കാശ്, അത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ഹാർഡ് ഏൺഡ് മണി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഹാർഡ് ഏൺഡ് മണി, അത് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന കാശ്, അത് ഈവൻ നമ്മുടെ മന്ത്ലി സാലറി വഴി വരെയൊക്കെ കിട്ടുമ്പോൾ ദാറ്റ്സ് എ ബിഗ് തിങ്. അപ്പോൾ അവരുടെ എൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ പാരൻസ് പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ നല്ലൊരു ജോലി, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല എഡ്യൂക്കേഷൻ, ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ ആഗ്രഹിക്കുന്ന എന്തും നടക്കും. ദാറ്റ്സ് വാട്ട് ഐ എം ഡൂയിങ്. ഞാൻ ഈ പറയുന്ന പോലെ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം, എനിക്ക് നിങ്ങളുടെ അക്സെപ്റ്റൻസ് വേണം, ഇതൊന്നും ഞാൻ പറയത്തില്ല. കാരണം ഐ ഹാവ് മണി, ഐ ആം ഗെറ്റിംഗ് വാട്ട് ഐ വാണ്ട്, അത് അത്രത്തോളം ഉള്ളൂ. അപ്പോൾ ഫാമിലി ആ ഒരു സംഭവം ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ വളരെ സ്റ്റേബിളായിട്ടിരിക്കുന്നത്, വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഫ്യൂച്ചറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോകുന്ന ഒരാളാണ് ഞാൻ. ഈ മാറ്റത്തിന് ശേഷം സുഹൃത്തുക്കളിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ എന്തെങ്കിലും തരത്തിൽ ഒരു കുത്തി പറയുക അത്തരം കാര്യങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങളിൽ പെരുമാറ്റത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായതായി തോന്നിയിട്ടുണ്ടോ? ഞാൻ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാത്ത മാറ്റമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫാമിലി ഇപ്പം എൻ്റെ കസിൻസും എൻ്റെ മമ്മിയുടെ ഡാഡിയുടെ ഫാമിലി നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലിയാണ്. കാരണം ഈ പറയുന്ന പോലെ തന്നെ അവർക്കൊരു റൂള് പോലെയാണ്, ഒരാൾ ഇങ്ങനെ ആയിരിക്കണം, അയാളുടെ ലൈഫ് ഇങ്ങനെ പോകണം, ഇത്ര വയസ്സിൽ കല്യാണം, ഇത്ര വയസ്സിൽ കൊച്ചി, ഇത്ര വയസ്സിൽ കാറ്, ഇത്ര വയസ്സിൽ വീട്, ഇത്ര വയസ്സിൽ മൂന്നാമത്തെ വീട്, രണ്ടാമത്തെ വീട്, ഇങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ ബ്രേക്ക് ചെയ്താണ് ഞാൻ പോയത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഓക്കെ, അവരൊരിക്കലും എൻ്റെ ഡിസിഷനെ ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല എന്നുള്ളത് എനിക്കറിയാം. കാരണം ഈ ചൈൽഡ്ഹുഡ് മുതൽ തന്നെ ഇപ്പം എൻ്റെ പാരൻസ് തന്നെ എന്താണ് 10th കഴിഞ്ഞ് 12th ഏതെടുക്കണം, അപ്പോൾ പാരൻസ് പറഞ്ഞിട്ടില്ല ഇതെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടില്ല. കാരണം എല്ലാവരും പോകുന്ന ഒരൊറ്റ ഫ്ലോയിലാണ് പോകുന്നത്. ഇത് പഠിക്കുന്നു, ഡോക്ടർ ആവുന്നു, ഇത് പഠിക്കുന്നു, എഞ്ചിനീയർ ആവുന്നു, ഇത് പഠിക്കുന്നു, അക്കൗണ്ടൻ്റ് ആവുന്നു, ഇങ്ങനത്തെ അല്ലെങ്കിൽ എല്ലാവരും കൂടെ ദുബായിലോട്ട് പോകുന്നു. എൻ്റെ മമ്മിയുടെ സൈഡിൽ മിക്കവരും ദുബായിലാണ്.
അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്, ഇവരെന്നെ അങ്ങനെ വിട്ടുകളയും. പക്ഷേ ഇല്ല, അവർ പറഞ്ഞു ഓക്കെ എന്താണ് പഠിക്കേണ്ടത്. അപ്പോൾ അവർ എൻ്റെ ഒപ്പം ഇരുന്നിട്ട് ഓക്കെ നിനക്ക് ഇത് ഇഷ്ടമാണോ അത് ഇഷ്ടമാണോ, അപ്പം ഞാൻ ഇന്നത് വേണമെന്ന് പറയുമ്പോൾ മമ്മീൻ്റെ ഡാഡി ഓക്കെ ഇന്നെന്ന് പറയുമ്പോഴത്തേക്കും നീ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ സ്റ്റക്കാവും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ഇല്ല. അപ്പം അങ്ങനെയൊക്കെ കുറേ എൻ്റെ ഒപ്പം തന്നെ എൻ്റെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്തു പോയ ആൾക്കാരാണ്. അപ്പോൾ എന്താ പറയുക, ഈ കസിൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം എൻ്റെ പാരൻസ് എൻ്റെ കൂടെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് കസിൻസിൻ്റെ ഭാഗത്തു നിന്നും പെരുമാറ്റത്തിന് വ്യത്യാസം ഉണ്ടാകും, എനിക്ക് 100% ഷുവറാണ്. ഇന്നും എൻ്റെ കസിൻസ് ഇപ്പോൾ ഒരു നോട്ടത്തിൽ പോലും ഹേർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതെൻ്റെ പാരൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. കാരണം നമ്മുടെ ഫാമിലി കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറൊരാൾ ഒരു നോട്ടത്തിൽ കൂടെ തന്നെ നമ്മൾ ഒന്ന് തളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മൾ തളരുന്നില്ലെങ്കിൽ അതിൻ്റെ റീസൺ നമ്മുടെ ഡിസിഷനിൽ തന്നെ കോൺഫിഡൻ്റ് ആണ്, നമ്മുടെ ഡിസിഷനിൽ ഹാപ്പിയാണ്. എൻ്റെ ഡിസിഷനിൽ ഞാൻ ഇപ്പോഴും ഹാപ്പിയാണ്, ഒരിക്കലും സങ്കടപ്പെടത്തില്ല എന്നുള്ള എനിക്ക് 100% ഷുവറുണ്ട്. അപ്പോൾ ഫാമിലി ഈസ് എവറിത്തിങ് ഫോർ മീ. കാരണം എനിക്ക് ഈ കമ്മ്യൂണിറ്റി ആണെങ്കിലും ഇപ്പോൾ കമ്മ്യൂണിറ്റി തന്നെ ചിന്തിക്കേണ്ടത്. നമ്മൾ ഇപ്പോൾ ഏതൊരു വ്യക്തിയുടെ ലൈഫിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തി ആഗ്രഹിച്ച ഒരു പാർട്ട്ണറിനെ കല്യാണം കഴിച്ചു, വീട്ടുകാരെതിരായിരുന്നു, അന്ന് ആ ഒരു റീസൺ കൊണ്ട് മാത്രം പാരൻസ് കൂടെ ഇല്ലാതെ ലൈഫ് ലോങ് ആ പാരൻസ് ഇല്ലാണ്ട് ജീവിച്ചു പോകുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനൊരു എന്താ പറയുക വലിയൊരു യുദ്ധം കഴിഞ്ഞ് അത് യുദ്ധം പോലും ഇല്ലാണ്ട് ലാളിതയായി ഇരിക്കുന്ന സ്ത്രീയാണ് ഞാൻ വളരെ ഹാപ്പിയാണ്. സോ ഇത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. അതായത് നമ്മുടെ പാരൻസേ അത്രയും തെളിച്ചത്തോടു കൂടി നമ്മുടെ ഒരു ഘട്ടത്തിൽ നമുക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, അല്ലെങ്കിൽ വീട്ടിൽ മിണ്ടുന്നില്ല, വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഒരു സാഹചര്യം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ നിന്നിട്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നത്, ചെറുപ്പം മുതൽ ഈ ഒരു ഘട്ടം വരെ പാരൻസ് കൈപിടിച്ച് ഉയർത്തിയത് കൊണ്ടാണ് ഇത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നത്. ഇറ്റ്സ് ഐ തിങ്ക് ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റമാണ്. ഞാൻ ഭയങ്കര എനിക്ക് തോന്നുന്നു ആ പാരൻസിൽ ഐ എം വെരി പ്രൗഡ്. അയ്യോ, ഐ ആം വെരി പ്രൗഡ് ഓഫ് മൈ പാരൻസ്. അത് ഇപ്പം എല്ലാ കുട്ടികളുടെ ആഗ്രഹമാണ് പാരൻസിൻ്റെ. ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ ഒരു പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണ്, എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം എന്നുള്ളതായിരിക്കും. ഇതൊന്ന് കൊണ്ടേ കൊടുത്ത് കിട്ടി എന്ന് പറഞ്ഞ ആ ഒരു സംഭവം. അത് തന്നെ എനിക്ക് ഇപ്പോഴും ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് എനിക്ക് പാരൻസിൻ്റെ അടുത്തുള്ളത്. കാരണം എനിക്ക് എന്തെങ്കിലും ഒരു ഓർഡർ കിട്ടുവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ മമ്മിനെ വിളിച്ചിട്ട് ഇതെനിക്ക് കിട്ടി, ആ ചെറുപ്പത്തിലെ സെയിം എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോഴും പറയുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ മന്ത് എനിക്ക് റോട്ടറി അവാർഡ് കിട്ടി. അപ്പോൾ അതും എനിക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നതിനേക്കാളും മുമ്പ് എനിക്ക് ആദ്യം തന്നെ മമ്മിനെ വിളിച്ച് പറയണം എന്നുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് ടെഡ് ടോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ടെഡ് ടോക്കിൽ എനിക്ക് മമ്മിനെ ഡാൻഡം കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അന്ന് ലിമിറ്റഡ് ടൈം ഫ്രെയിം ആയതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. പിന്നെ എൻ്റെ മമ്മിക്കാണെങ്കിൽ ഇപ്പോൾ ഓവറായിട്ട് നടക്കാൻ പറ്റത്തില്ല, നടക്കും പക്ഷേ വെരിക്കോസ് വെയിൻ ഉള്ളതുകൊണ്ട് പുള്ളിക്കാർക്ക് ഓവർ ട്രാവലിംഗ് പറ്റത്തില്ല. ഞാൻ ഇപ്രാവശ്യം റോട്ടറി അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഐ ഹാവ് ടു ഗെറ്റ് ദം ദെയർ. അപ്പം അങ്ങനെ ഞാൻ മമ്മിനെ ഡാഡിനെ ബാംഗ്ലൂർ കൊണ്ടുപോയി, ദേ വേ ദെയർ വിത്ത് മീ. അപ്പോൾ അത് എനിക്കിനി ഫ്യൂച്ചറിൽ എത്ര വലിയ അച്ചീവ്മെൻ്റ് ഉണ്ടായാലും അതെനിക്ക് ഒരു മൊമെൻ്റാണ്. അതെനിക്ക് എന്നും മനസ്സിൽ ഫുൾഫിൽ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു മൊമെൻ്റ്. ആ പിക്ചറിൽ തന്നെ എൻ്റെ ആ എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ ഉണ്ട്. മമ്മീൻ ഡാഡി ആ ഒരു ഇവൻറ്റിൽ തൊട്ടടുത്ത് നിന്നാണ് അവാർഡ് വാങ്ങിച്ചത്. സോ I am a happily proud daughter. നമ്മൾ തിരിച്ച് നിവിയുടെ യാത്രയിലേക്ക് എത്തുകയാണെങ്കിൽ ഒരു ട്രാൻസ്വുമണിലേക്കുള്ള ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അപ്പോൾ മാനസികമായിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകളായിരുന്നു നടത്തിയിരുന്നത്? ഞാനൊന്നിനും പ്രിപ്പയർഡ് ആയിരുന്നില്ല, ഒന്നിനും. എന്താ പറയുക, ഒന്നിനും ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല. കാരണം എൻ്റെ സർജറി അല്ലെങ്കിൽ എൻ്റെ ഹോർമോൺസ് സ്റ്റാർട്ട് ചെയ്യുക, ഇപ്പോൾ തന്നെ ആ ഒരു വ്യക്തിയുടെ കുറേ ബൈറ്റ്സ് ഞാൻ കാണാറുണ്ട്. അത് കാണുമ്പോഴത്തേക്ക് ഞാൻ തന്നെ വിചാരിക്കും ആ വ്യക്തി എപ്പോഴും പറഞ്ഞാൽ ഞാൻ ട്രീറ്റ്മെൻറ്റിലാണ്, ഞാൻ ഹോർമോൺസിലാണ്. അപ്പോൾ ആൾക്കാരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഹോർമോൺ മാത്രമാണ്, അല്ലെങ്കിൽ ഹോർമോൺ എടുത്താൽ മാത്രമേ ട്രാൻസ്ഫോർമേഷൻ, അങ്ങനെയൊന്നും അല്ല. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു ഒരു ചികിത്സയെ കുറിച്ചും ഇതിൻ്റെ ഒരു പ്രോസസ്സിനെ കുറിച്ചും കൂടി ഒന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ഇതിപ്പോൾ അത് ഭയങ്കര ഒരു ബുക്കാവേണ്ട സംഭവമാണ്. കാരണം ഇങ്ങനെ പോയാലേ അതിലെത്തിത്തീരുള്ളൂ, അങ്ങനെയൊന്നുമല്ല. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹോർമോൺസ് കഴിച്ചല്ല ഒരു ഒരു വുമൺ ആവുന്നത്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്മാൻ മാൻ ആവുന്നത്. അവർ ജനിച്ചതേ അങ്ങനെയാണ്, ഞാൻ ജനിച്ചതേ അങ്ങനെയാണ്, ദൈവം സൃഷ്ടിച്ചത് അങ്ങനെയാണ്. അപ്പോൾ ഈ ദൈവം സൃഷ്ടിച്ചത് അങ്ങനെയാണെന്ന് പറയുമ്പോഴും എല്ലാവരും അയ്യോ ആണോ, സഹതാപമൊന്നും അല്ല. ഐ ആം ഹാപ്പി, എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചതിൽ ഞാൻ ഹാപ്പിയാണ്.
അപ്പോൾ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോർമോൺസ് അങ്ങനെയൊന്നുമല്ല, നമ്മൾ മെൻ്റലി എങ്ങനെയാണോ അതിൽ കുറച്ചും കൂടെ നമ്മൾ പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഹോർമോൺസ് കഴിക്കുന്നത്, അല്ല സർജറീസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ. ഇപ്പോൾ എൻ്റെ പ്രിപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 0 പ്രിപ്പറേഷൻസ് ആയിരുന്നു. ആ ഒരു ഫ്ലോയിൽ പോയാണ് എല്ലാം നടന്നിങ്ങനെ വരുന്നത്. ഇപ്പോൾ എൻ്റെ ഡ്രസ്സിങ് ആണെങ്കിലും എൻ്റെ മേക്കപ്പ് ആണെങ്കിലും ഒന്നും ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഈവൻ എൻ്റെ മദർ എൻ്റെ അടുത്ത് പറഞ്ഞേ, ഈ ഓരോ ഡ്രസ്സും ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് കംഫർട്ടബിൾ ആവുന്നതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. അങ്ങനെ ചെയ്താണ് എനിക്ക് തോന്നുന്നു കുർത്തി, സാരി, ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ വല്ലാത്ത ഇവൻറ്റ്സ് ഒക്കെ, ഐ മീൻ ഭയങ്കര ഹാഷ് പോഷ് ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഇവൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ മാത്രം കുറച്ച് വെസ്റ്റേൺ ഇടും, അത്ര തന്നെ. എന്നാൽ വെസ്റ്റേൺ ഇടാണ്ടിരിക്കാറില്ല, നല്ല വെസ്റ്റേൺ ഇടും. പക്ഷേ ഒരു കേരള തനിമയാണ് എനിക്ക് എപ്പോഴും ഫേവറേറ്റ്. അങ്ങനെ അപ്പോൾ പ്രിപ്പറേഷൻസ് ഇപ്പോഴും പ്രിപ്പയറിംഗ് ആണ്. ഐ മീൻ എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ ഇൻവെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രീറ്റ്മെന്റിനെ കുറിച്ചൊന്ന് കൃത്യമായിട്ടൊന്ന് പറയാൻ പറ്റുമോ? ട്രീറ്റ്മെന്റിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിന് സ്റ്റെപ്പ് എങ്ങനെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഓക്കെ എല്ലാവരും ഇപ്പോൾ ഹോർമോൺസ് തുടങ്ങണമെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് തുടങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെ സൈക്കോളജിസ്റ്റിനെ കണ്ട്, അതിലും ഒരു വ്യത്യാസമുണ്ട്. എല്ലാവരും പറയും സൈക്കാർട്ടിസ്റ്റ് എന്ന് പറയും. സൈക്കാർട്ടിസ്റ്റിൻ്റെ അടുത്തല്ല പോകേണ്ടത്, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ പോയി കുറേ സെഷൻസ് കഴിഞ്ഞ് നമുക്കിത് തന്നെയാണ് നമുക്ക് വേണ്ടത്, നമ്മളിതാണ് എന്നുള്ളൊരു കൺഫർമേഷൻ ആ ഒരു കൗൺസിലിങ്ങിലൂടെ തന്നെ നമ്മൾ ആ ഒരു സെഷൻസിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞ് ഉറപ്പ് വരുത്തി കഴിയുമ്പോഴാണ് ആ വ്യക്തി അതിനുള്ളൊരു കൺസെൻറ്റ് തന്ന് നമ്മൾ പിന്നെ എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ഹോർമോൺസ് തുടങ്ങി, പിന്നെ സർജറീസ്, അങ്ങനെയാണ്. ഇത് ഇങ്ങനെ ലിമിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് എന്താ പറയുക, ഓരോ ദിവസവും അതിൻ്റെ ആ ഒരു യാത്രയിലാണ്. ഈ പെയിൻഫുൾ ആയിരിക്കുമല്ലോ, അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? അതാ ഞാൻ പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു പരീക്ഷ പാസ്സാവണം, ഐ മീൻ ഇപ്പോൾ നമുക്കൊരു ജോബ് കിട്ടണം, അതിനുവേണ്ടി നമ്മൾ പഠിക്കും, ചെറുപ്പം മുതൽ പഠിക്കും, ട്യൂഷൻസിന് പോകും, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും, നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ ബുക്ക് റെഫർ ചെയ്ത് അങ്ങനെ ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇത് ആവണം എന്നുള്ളത്, ഞാൻ ഒരു സ്ത്രീയിലോട്ട് ഉള്ള ഒരു ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ അതാണ് എൻ്റെ ഗോൾ. അപ്പം അതിനുവേണ്ടി വേദന എന്നുള്ളൊരു പേടി കാരണം അയ്യോ പറ്റില്ല എന്നൊന്നും പറയും. വേദന ഉണ്ട്, ഓഫ് കോഴ്സ് ഇറ്റ്സ് പെയിൻഫുൾ. പക്ഷേ ആ പെയിൻ കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് ഇസ് ഡിഫറെൻറ്റ്. അത് എനിക്കൊന്നും ഈക്വലായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഗർഭിണി പ്രസവിച്ച് കഴിഞ്ഞ് കയ്യിലോട്ട് കുട്ടീനെ കിട്ടിക്കഴിയുമ്പോഴുള്ളൊരു ആ ഒരു ആദ്യ കരച്ചിൽ എന്നൊക്കെ പറയില്ലേ, ദാറ്റ് ഈസ് എനിക്ക് ഭയങ്കര ഇമോഷണൽ ആവുന്നു, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ വേദനയൊന്നും അതിലൊരു പ്രശ്നമേ ആവുന്നില്ല. സോ ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ഒരു വ്യക്തി ട്രാൻസിഷൻ്റെ സർജറി കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്യുന്ന, ആ വേദനയെക്കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്യുന്നത്, ആ വേദനയും ആ ഹാപ്പിനെസ് മനസ്സിൽ ആലോചിക്കുമ്പോൾ ആ വേദന സഹിക്കാൻ റെഡിയാവുന്നവരാണ് ഞാൻ കണ്ടിട്ടുള്ളത്, കൂടുതൽ ആളുകൾ. ഓഫ് കോഴ്സ്, യെസ്.